പ്രവാചകൻ സത്യപ്പെടുത്തുന്നു. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൻ്റെ ആ ഒരു ശവ്വാലമ്പളി കണ്ടു കഴിഞ്ഞാൽ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, അതാക്കും റമളാൻ, നിങ്ങളിലേക്ക് റമളാൻ എത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ മാസമാകുന്നു ആ മാസമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ ഒരൊറ്റ ഹദീസിൽ 7ഓളം പ്രത്യേകതകൾ, റമളാനിൻ്റെ മാത്രം പ്രത്യേകതകൾ പറഞ്ഞു. ഒന്നാമത്തെ പ്രത്യേകത, അത് അനുഗ്രഹീതമായ മാസമെന്ന് അതേ ഹദീസിൽ പറഞ്ഞു. രണ്ടാമത്തെ പ്രത്യേകത, ഫുത്തിഹത് അബ്വാബുസ് സമാ, അല്ലെങ്കിൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന മാസം. സ്വർഗത്തിന് എത്ര വാതിലുകളുള്ളത്? 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളും തുറക്കപ്പെടുന്ന മാസം. ചില റിപ്പോർട്ടുകളിൽ, ചില റിവായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും, ആ മാസത്തിൽ പിന്നെ സ്വർഗത്തിൻ്റെ കവാടം അടയ്ക്കുകയില്ല. അപ്പോൾ ആ ഹദീസിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു പാഠം, അല്ലാത്ത മാസങ്ങളിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുന്ന ദിവസങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ റമളാനിൽ പൂർണ്ണമായും തുറന്നിട്ടിരിക്കും. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ പൂർണ്ണമായും തുറന്നിട്ടിട്ടുണ്ടാവുന്നതാണ്. ഇനി അതേ ഹദീസിൽ വീണ്ടും പറഞ്ഞു, ഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ ക്ലോസ് ചെയ്യപ്പെടും. ചില റിവായത്തിൽ കാണാം, ആ നരകത്തിൻ്റെ കവാടങ്ങൾ പിന്നെ ആ മാസത്തിൽ തുറക്കുകയില്ല എന്നാണ്. ആ മാസത്തിൽ പിന്നെ നരകത്തിൻ്റെ കവാടങ്ങൾ, ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അറിയിക്കാൻ, അള്ളാഹുവിൻ്റെ വിശാലമായ പ്രവിശാലമായ കാരുണ്യവും അടിമകളോടുള്ള അതിയായ സ്നേഹവും വാത്സല്യവുമാണ് ഈ ഹദീസിൽ നമുക്ക് പ്രത്യേകമായി വായിച്ചെടുക്കാൻ കഴിയുന്നത്. തീർന്നില്ല, ഞാൻ പ്രത്യേകമായി പള്ളിയുമായി പരിപാലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഈ പള്ളിയിലൊക്കെ റമളാൻ എത്തി വരുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പള്ളിയിൽ വരും. അന്ന് ഒരേ സുബഹി കാണാത്ത ഒരാൾ ചിലപ്പോൾ ഉണ്ടാവും, പള്ളിയിൽ സുബഹിക്കുണ്ടാവും. ചിലപ്പോൾ 5 വക്തും ഉണ്ടാവും. എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്നവരോട് പറയാനുള്ളത്, അങ്ങനെയുള്ള ആളുകളോട് ഒരിക്കലും റമളാൻ എത്തിയപ്പോൾ വന്നല്ലേ എന്നൊരു ഡയലോഗ് അവരുടെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കാരണം അവരതോടുകൂടി ചടച്ച് പിന്നീട് പള്ളിയിലേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടാകാം. നമ്മുടെ വാക്കുകൊണ്ട് പോലും അതിന് പ്രേരകമാകരുത് എന്നാണ്. കാരണം അത് അല്ലാഹ് തീരുമാനിച്ചതാണ്, അല്ലാഹ് അവസരം ഒരുക്കി കൊടുത്തതാണ്. അല്ലേ, നമ്മളൊക്കെ ഒരു പക്ഷേ പല റമളാനിലോ അല്ലെങ്കിൽ പല ക്ലാസ്സുകളിലോ നിന്ന് നന്നായി വന്നതായിരിക്കാം. എന്നതുപോലെ ഈ റമളാൻ ഒരു പക്ഷേ കടന്നു വന്ന വ്യക്തിക്ക് പുതിയൊരു മാറ്റത്തിന് തയ്യാറായതായിരിക്കാം, അല്ലെങ്കിൽ കാരണമായിരിക്കാം. എങ്കിൽ ആ റമളാൻ കഴിയുന്നതോടുകൂടി റമളാനിൻ്റെ ശേഷമുള്ള ദിനരാത്രങ്ങളിലും അതിൻ്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ അവന് കഴിഞ്ഞാൽ അവൻ വിജയിച്ചു എന്നാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കലും കടന്നു വന്ന വ്യക്തിയെ ചടപ്പിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, ഞാൻ പറഞ്ഞു റമളാൻ എത്തുമ്പോൾ പ്രത്യേകമായി എന്ത് ചെയ്യും, ആളുകൾ പള്ളിയിൽ വരും. കാരണം അല്ലാഹ് സബബാക്കി. സബബ്? നമ്മെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് തടയുന്ന, നന്മയിൽ നിന്ന് തടയുന്ന, തിന്മയെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ഒരു ശത്രു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആരാ? പിശാചാൻ, ശൈത്താനാൻ, അല്ലേ? ആ ശൈത്താൻ അവനെ ബന്ധനസ്ഥനാക്കുന്ന, കെട്ടിയിടുന്ന, ചങ്ങലക്കിടുന്ന മാസമാകുന്നു പരിശുദ്ധമായ റമളാൻ എന്ന ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വസുൽസിലത്തി ഷയാത്തീൻ ഔ സുഫിദത്തി ഷയാത്തീൻ എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. പിശാചിനെ കെട്ടിയിടുന്ന മാസം എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തീർന്നില്ല, പിശാചിനെ കെട്ടിയിടുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ വേറൊരു വിഭാഗം ആളുകൾ വരും. ആരാ? മലക്കുകൾ. ആ മലക്കുകൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് എല്ലാ രാത്രിയിലും, റമളാനിൻ്റെ എല്ലാ രാത്രിയിലും നമ്മോട് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. 9ാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലില്ലാഹി ഫീഹി ലൈല. വിശുദ്ധ ഖുർആൻ അവതരണീയവുമായി ബന്ധപ്പെട്ട ഒരു സൂറത്തുണ്ട്, അല്ലേ? സൂറത്തുൽ ഖദർ, അല്ലേ? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, അല്ലേ? എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് അള്ളാഹ് പഠിപ്പിച്ചു തരാണ്. എന്നിട്ട് ആ ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത എന്ത് എന്ന് അതേ സൂറത്തിൽ പറയുന്നു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് ആ ഒരൊറ്റ റമളാനിൻ്റെ ഒരൊറ്റ രാത്രിയുടെ പ്രത്യേകതയാണ് പറഞ്ഞത്. ലൈലത്തുൽ ഖദർ സംഭവിക്കുന്ന ഒരു രാത്രി റമളാനിനുണ്ട്. ലില്ലാഹി ഫീഹി ലൈല, ഹദീസിൽ കാണാം. അള്ളാഹ്ക്കൊരു രാത്രിയുണ്ട്. ഏത് മാസത്തിൽ? റമളാൻ മാസത്തിൽ. മറ്റൊരു മാസത്തിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് റമളാനിൽ. ഈ റമളാനിൽ നമുക്ക് പ്രത്യേകമായി കിട്ടുന്ന ഒരു ഫളിലായി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു രാത്രി.
ആ രാത്രിയുടെ പ്രത്യേകതയാണ് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആനിലും പറഞ്ഞു. ഇനി 1000 മാസമാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടിയാൽ തന്നെ നമ്മുടെ വയസ്സൊക്കെ ഒരു നിശ്ചിത വയസ്സ് എത്രയാണ്? ഒരു പുരുഷായുസ് എന്ന് സാധാരണ പറയൽ എത്രയാണ്? മാബൈന 60 വ 70 60 ഇടയിലാണ്. പക്ഷെ 1000 പോലും 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 83 വർഷവും 3 മാസവും ചില്ലറ ദിവസമാണ്. ഒരു പുരുഷായുസിനേക്കാൾ കൂടുതൽ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരു പുരുഷായുസ് കൊണ്ട് നേടുന്ന നന്മകൾ അതിനേക്കാൾ നന്മകൾ ഒരൊറ്റ രാത്രി. അത് 1000 കണക്കാക്കുകയാണെങ്കിൽ മാത്രമാണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ്. 1000 മാസം എന്നല്ല, 1000 മാസങ്ങളെക്കാൾ ഉത്തമം എന്ന് പറയുമ്പോൾ കണക്കില്ലാത്ത പ്രതിഫലമാണ് അവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രാത്രി നിറഞ്ഞ അനുഗ്രഹങ്ങളുടെ പറുദീസയായ, അനുഗ്രഹങ്ങളുടെ വസന്തമായ ഒരു രാത്രി ഈ റമളാനിൻ്റെ രാത്രിയിലുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മാത്രമല്ല ആ രാത്രിയുടെ മറ്റു പ്രത്യേകതകൾ കൂടി അതേ സൂറത്തിൽ പറഞ്ഞു. എന്താ? തനസ്സലുൽ മലായിക വറൂഹു, മലക്കുകളും അതുപോലെ തന്നെ റൂഹ് എന്ന അവിടെ ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി മലക്കുകളുമായി വന്നിറങ്ങും. എന്താ കൊണ്ടുവരുന്നത്? എന്തിനാ വരുന്നത്? ഇനി വരുന്ന ഒരു വർഷത്തെ അടുത്ത റമളാനിൻ്റെ ലൈലത്തുൽ ഖദർ വരെയുള്ള കാര്യങ്ങളെ തീരുമാനിച്ചുകൊണ്ട് ആ കാര്യങ്ങളുമായി കൊണ്ടാണ് വരുന്നത്. ഇനി ആ രാത്രിയിലെ മറ്റൊരു പ്രത്യേകത എന്താ? അതിൻ്റെ അവസാനത്തെ ആയത്തിൽ കാണാം, അവസാനത്തെ വാചകത്തിൽ കാണാം, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അടുത്ത ദിവസം പ്രഭാതോദയം വരെ ആ രാത്രിയിൽ ശാന്തിയായിരിക്കും, സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അതുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നല്ല ചൂടായിരുന്നു. ഈ ചൂടത്ത് ഒന്ന് മനസ്സ് കുളിരുന്ന രൂപത്തിലുള്ള ഒരു മഴ പെയ്താലോ ഈ അന്തരീക്ഷം തന്നെ ടോട്ടലി മാറും, അല്ലേ? ഈ ടോട്ടലി അന്തരീക്ഷവും നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ കൺസെപ്റ്റ് മൊത്തം മാറും. എന്നതുപോലെ ഈ റമളാനിൻ്റെ രാത്രിയിലെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ ലൈലത്തുൽ ഖദർ കിട്ടുന്നവർക്ക് ലഭിക്കും എന്ന് പ്രത്യേകം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രാത്രി ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിൻ്റെ രാത്രി എന്ത് ചെയ്യണം? റമളാനിൻ്റെ അവസാനത്തെ രാത്രിയിൽ പരമാവധി ആ ലൈലത്തുൽ ഖദർ കിട്ടാൻ വേണ്ടി ഉറക്കമൊഴിച്ച് ഇഅ്തികാഫ് ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്ത് ദിക്റുകൾ പറഞ്ഞ് അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ആ രാത്രികൾ, റമളാനിൻ്റെ അവസാനത്തെ 10 രാത്രികളെ നമ്മൾ ജീവിപ്പിക്കണം എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ 10 കുറിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്കും, ഐഖല അഹ്ലഹു, തൻ്റെ കുടുംബത്തെയും എണീപ്പിക്കും, എന്നിട്ട് ശദ്ദ മഅ്സറഹു, ഉടുമുണ്ട് നല്ല ഇറുക്കി ഉടുക്കുന്നതാണ്, എന്നിട്ട് രാത്രിയെ ജീവിപ്പിക്കുന്നതാണ്. അഹ്യ ലൈല, രാത്രിയെ ജീവിപ്പിക്കുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഇങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിൽ റമളാൻ എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായ മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു രാത്രി നമുക്ക് നഷ്ടപ്പെടുന്നില്ല എന്നത് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ഇനി നഷ്ടപ്പെട്ടാലോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഗൗരവമായിട്ടാണ് നമുക്ക് സൂചിപ്പിച്ച് നൽകുന്നത്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. ആർക്കെങ്കിലും ആ റമളാനിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എല്ലാ ഖൈറുകളും നഷ്ടപ്പെട്ടു എന്നാണ്. ചില റിവായത്തിൽ കാണാം, മൻ ഹുരിമ ഖൈറഹ ഇല്ലാ മഹ്റൂമുൻ, സർവ്വ ഖൈറുകളും നഷ്ടപ്പെട്ടവനല്ലാതെ, തടയപ്പെട്ടവനല്ലാതെ റമളാനിൻ്റെ ആ രാത്രി നഷ്ടപ്പെടുകയില്ല. അപ്പോൾ ദൗർഭാഗ്യവാന്മാരാണ് എന്ന ആ ഗണത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി നഷ്ടപ്പെടുകയുള്ളൂ. നമ്മൾ ഒരിക്കലും ആ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല. അതിനെന്തു വേണം? നമ്മൾ കരുതലുകൾ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, രാത്രി ഉറക്കമൊഴിക്കണം എന്നതാണ് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. 10ാമത്തെ റമളാനിൻ്റെ 10ാമത്തെ ശ്രേഷ്ഠതയായി കൊണ്ട് കാണാൻ കഴിയും, പാപമോചനത്തിൻ്റെ മാസമാകുന്നു. എൻ്റെ മുഴുവൻ ചെറുപാപങ്ങളും അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്ന ഒരു റമളാൻ കിട്ടി. ഇനി അടുത്ത റമളാനിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് അവൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ, ചെറുപാപങ്ങൾ, അത് കടലിൻ്റെ നുരയോളവും പതയോളവും നമുക്കെണ്ണാൻ കഴിയില്ല. അത്രയോളം കടലിലെ നുരയും പതയുണ്ട്. അത്ര തന്നെയും തിന്മകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെറുപാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ് പുറത്തു കൊടുക്കുന്നതാണ് ഈ ഒരു ഹദീസിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് 3 പ്രാവശ്യം ആമീൻ പറയുന്നുണ്ട്. 3 പ്രാവശ്യം ആമീൻ പറയുന്നു. സ്വഹാബത്ത് അത് കേട്ടിരിക്കുന്നു. എന്തിനാണ് ആമീൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ല.
ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, അത്താനി ജിബ്രീൽ അലൈഹി സ്വലാം എൻ്റെ അടുക്കലേക്ക് വന്നിരുന്നു. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, റഹിമ അൻഫു ഇംറിഇൻ, ഒരു മനുഷ്യൻ നാശമടയട്ടെ, മൂക്കുകുത്തി വീഴട്ടെ എന്നാണ് അതിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം. എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥം, അതിൻ്റെ വിശദീകരണം നാശമടയട്ടെ എന്നാണ്. റഹിമ അൻഫു ഇംറിഇൻ, ഒരു മനുഷ്യൻ മൂക്കുകുത്തി നാശമടഞ്ഞു വീഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ കാരണം? അദറക റമളാൻ സുമ്മൻ സലഹ ഫലം യഗ്ഫിർ ലഹു, ഒരു മനുഷ്യന് റമളാൻ കിട്ടി, ആ റമളാൻ കിട്ടിയിട്ടെങ്കിൽ അവൻ നശിക്കട്ടെ എന്നാണ് ആരാ പ്രാർത്ഥിച്ചതാരാ? മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആമീൻ പറഞ്ഞതാരാ? മനുഷ്യരിൽ ശ്രേഷ്ഠനായ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രാർത്ഥന തള്ളിക്കളയുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു വർഷം കൂടി ജീവിക്കാൻ ഈ വ്യക്തിക്ക്, അതായത് രണ്ടാമത് മരിച്ച വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ലേ? അതറക്ക റമളാൻ കിട്ടില്ല ആ ഒരു വർഷത്തിൽ. അതായത് ഈ ഷഹീദായ വ്യക്തി മരിച്ച ഒരു വർഷം ജീവിക്കാൻ അവസരം കിട്ടി, ആ ഒരു വർഷത്തിൽ റമളാൻ കിട്ടി. മൂന്നാമത്തെ ചോദ്യം, ഫസ്വാമഹു, അവനതിൽ നോമ്പെടുത്തിട്ടില്ലേ? അതാണ് അവനെ ഈ ഷഹീദിനേക്കാൾ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഒട്ടേറ്റ് ഷഹീദായ രക്തസാക്ഷിയായ വ്യക്തിയേക്കാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായത് റമളാനാണ്, കാരണമായത് നോമ്പാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെ ഒരു റമളാനാണ് ഒരുപക്ഷെ ഇന്ന് മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ നാളെ മഗ്‌രിബിന് ശേഷമോ നമുക്ക് പിറക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല റമളാനിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മൾ നോമ്പിൻ്റെ പ്രത്യേകതകൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നോമ്പാണല്ലോ രണ്ടാമതായി ഇവിടെ നിർബന്ധമാക്കപ്പെട്ടത്, നോമ്പാണ്. റമളാൻ മാസത്തിൽ നിർബന്ധമാക്കപ്പെട്ട റമളാനിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് നോമ്പ് എന്നത്. ആ നോമ്പിൻ്റെ പ്രത്യേകതകൾ എന്ത്, ആ നോമ്പിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂലെ അയ്യുൽ അമലി അഫ്ളൽ, പ്രവാചകരെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അലൈക ബിസ്സൗം, നിനക്ക് നോമ്പാണ് ഉത്തമം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ആ സ്വഹാബിയോട് പറഞ്ഞതല്ലേ, അതെല്ലാവർക്കുമായി പറഞ്ഞതല്ലല്ലോ. ചില സ്വഹാബിമാർ ഉപദേശം തേടി വരുമ്പോൾ ആ സ്വഹാബിക്ക് ആപ്റ്റായ ഉപദേശമാണല്ലോ തിരിച്ചു നൽകുന്നത്, എങ്കിൽ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തതല്ലേ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹദീസിൻ്റെ ബാക്കിയിൽ നമുക്ക് ഇങ്ങനെ കൂടി കാണാം, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹു, നിനക്ക് നോമ്പാണ് ഉത്തമം, ആ നോമ്പിന് തുല്യമായി മറ്റൊരു ഇബാദത്തുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അലൈക ബിസ്സൗം എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ അത് അബൂ ഉമാമയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണെന്ന് നമുക്ക് വാദിക്കാമായിരുന്നു. പക്ഷേ ഫഇന്നഹു ലാ ഇദ്ല ലഹു എന്ന വാചകം കൂടി പറഞ്ഞതോടുകൂടി നിസ്കാരത്തെക്കാൾ, ഹജ്ജിനേക്കാൾ, മറ്റു ഇബാദത്തിനേക്കാൾ ഏറ്റവും പുണ്യകർമ്മമായ, ഏറ്റവും പ്രതിഫലാർഹമായ, ഏറ്റവും വമ്പിച്ചതായ നന്മ അത് നോമ്പ് മാത്രമാണെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹജ്ജ് അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നാട്ടിലെങ്കിലും എന്ത് ചെയ്യും ആളുകൾ, നമുക്ക് താല്പര്യമില്ലെങ്കിലും ഹാജിയാരെ എന്ന് വിളിക്കും അല്ലേ? ഹാജിയാരെ, ചില ആളുകൾ ഹാജിയാരെന്ന് വിളിക്കാൻ വേണ്ടി ഹജ്ജിന് വേണ്ടി പോകും. അത് നിയ്യത്ത് മാറി. ഇനി ഒന്നുമില്ലെങ്കിലും ഹജ്ജിന് പോകുന്ന സമയത്ത് 4 ആളുകളെ, കുടുംബക്കാരൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഹജ്ജിന് പോകണം, എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ വിളമ്പിയിട്ട് ഒരു ആഹ്വാനവും ഒരു യാത്രയപ്പൊക്കെ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെയാണ് നിസ്കാരവും അല്ലേ? നിസ്കാരം പള്ളിയിൽ പോകുന്നവർ കാണും, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കണമെങ്കിൽ വീട്ടിലുള്ളവർ കാണും. സ്വതക്കയാണെങ്കിലോ ഒന്നുമില്ലെങ്കിലും വാങ്ങുന്ന ആളെങ്കിലും അതറിയും. നോമ്പ് അങ്ങനെ അറിയാൻ കഴിയില്ല. നോമ്പ് പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ നോമ്പുകാരനെയും നമുക്ക് കഴിഞ്ഞെന്ന് വരാം, പക്ഷെ ആരുമില്ലെങ്കിലും അടുക്കളയിൽ ചെന്നിട്ട് വെള്ളം കുടിക്കാനും നമുക്ക് കഴിയില്ലേ? ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയില്ലേ? ആരും അറിയാതെ നമ്മുടെ വീട്ടിനകത്ത് നമുക്കെന്തും ആ നോമ്പിനെ വിഘാതമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാം. പക്ഷെ ആ നോമ്പ് ആരെ അറിയുള്ളൂ? അള്ളാഹ് മാത്രമേ അറിയുള്ളൂ. അവൻ നോമ്പുകാരനാണ് എന്ന്, ശരിയായ നോമ്പുകാരനാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഫഇന്നഹു ലാ ഇദ്ല ലഹു, അതിൽ നീയത്തിൻ്റെ പ്രാധാന്യവും അതോടൊപ്പം ക്ഷമയുടെ ഒരു കരുത്തുമാണ് അവിടെ പ്രത്യേകം പഠിപ്പിക്കുന്നത്. ഫഇന്നഹു ലാ ഇദ്ല ലഹു, അതിന് തത്തുല്യമായി കൊണ്ട് മറ്റൊരു ഇബാദത്തുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മറ്റു ഇബാദത്തുകളെക്കാളും ശ്രേഷ്ഠത ഏതിനുണ്ട്? നമുക്ക് വരാനിരിക്കുന്ന നോമ്പിനുണ്ട് എന്നത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, എല്ലാ ഇബാദത്തുകൾക്കും എന്തുണ്ട്? കൃത്യമായ കണക്കായ പ്രതിഫലമുണ്ട്.
അല്ലേ? നിസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലം എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. ഹജ്ജിനും അതുപോലെ തന്നെയാണ്. മറ്റു ഇബാദത്തുകൾക്കും മറ്റു സ്വതക്കകൾക്കും ഒക്കെയും അങ്ങനെ തന്നെയാണ്. ഓരോന്നിനും കൃത്യമായ കണക്കായ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ നോമ്പിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു നന്മയ്ക്ക് മാക്സിമം പോയാൽ 700 ഇരട്ടി പ്രതിഫലം മാത്രമാണ്. ഖുർആനിൽ അതിനൊരു ഉപമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു വിത്തിട്ട് അതിങ്ങനെ മുളച്ചു പൊന്തി അതിന് തണ്ട് വന്ന് അതിന് 7 കതിരുകൾ വന്ന് ആ 7 കതിരിലും ഓരോ ശാഖയിലും 100 കതിരുകൾ വന്നു കഴിഞ്ഞാൽ ഓരോ ചില്ല അല്ലേ, ഓരോ ചില്ലയിലും 7 ചില്ലയിൽ 100, 7 × 100 എത്രയാണ്? 700 ആണല്ലേ. അപ്പോൾ 700 ധാന്യമണികൾ അതിലുള്ളതുപോലെ എന്നതുപോലെയാണ് 1 രൂപ ഒരാൾ അള്ളാൻ്റെ മാർഗത്തിൽ കൊടുത്താൽ 700 രൂപയ്ക്ക് തുല്യമായ പ്രതിഫലം. അതാണ് മാക്സിമം, ഇസ്ലാമിൻ്റെ മാക്സിമം പ്രതിഫലം അതാണ്. പക്ഷേ ഈ ഒരു വിഷയം നോമ്പിൻ്റെ വിഷയത്തിലില്ല. ഇതേ സംഭവത്തെ എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറഞ്ഞിട്ട് കുല്ലു അമലി ബിനി ആദം ഇല്ല സൗം, എല്ലാ കർമ്മങ്ങളും. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. നമ്മൾ നിസ്കരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണല്ലേ. പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്വതക്ക കൊടുക്കുന്നു, അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി. പക്ഷേ എല്ലാ ഇബാദത്തുകളും അങ്ങനെ തന്നെയാണ്, നോമ്പ് ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഹദീസിൽ അതിനെ ഒന്നുകൂടി ചിന്തനീയമായ ഒരു വാക്ക് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എല്ലാ അമലും ആദം സന്തതിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ല സൗം, നോമ്പൊഴികെ എന്ന് പറയാണ്. നോമ്പൊഴികെ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നഹു, അത് ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്ന വാക്കുകൾ അത് പ്രവാചകന്റെ നാവിലൂടെ പറയുന്നു. അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, അത് പ്രവാചകൻ നമുക്ക് എത്തിച്ചേരുന്നു എന്നതിനെയാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഖുദ്സിയായ ഹദീസിൽ കാണാം ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. ഏത്? നോമ്പ്. അപ്പം നിസ്കാരം അള്ളാഹ്ക്കുള്ളതല്ലേ? മറ്റു സൽക്കർമ്മങ്ങൾ അള്ളാഹ്ക്കുള്ളതല്ലേ? അള്ളാഹ്ക്കുള്ളതാണ്. എന്നിട്ടും അള്ളാഹു ഈ നോമ്പിനെ പ്രത്യേകം ചേർത്തു പറഞ്ഞ് എന്തുകൊണ്ട്? ആ നോമ്പിന് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. ആ നോമ്പിന് പ്രത്യേകതയുള്ളത് കൊണ്ടാണ് അള്ളാഹ് വീണ്ടും അത് തന്നിലേക്ക് ചേർത്തു പറഞ്ഞത്, അള്ളാഹുലേക്ക് ചേർത്തു പറഞ്ഞത്. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, രണ്ടാമത്തെ ചിന്തനീയമായ വാക്കാണത്. എന്താ പറയുക? ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അപ്പോൾ നിസ്കാരത്തിന് പ്രതിഫലം നൽകുന്ന ആരാ? അല്ലല്ലേ. ഹജ്ജ് ചെയ്താൽ പ്രതിഫലം നൽകുന്ന ആരാ? അള്ളാഹു അല്ലേ. എന്നിരിക്കെ എന്തുകൊണ്ട് പ്രത്യേകം ഇത് ഊന്നി പറഞ്ഞു, പ്രത്യേകം എടുത്തു പറഞ്ഞു? ആ നോമ്പിന് പ്രത്യേകതയുണ്ട്. ആ നോമ്പിന് മറ്റു ഇബാദത്തുകളെക്കാൾ പ്രത്യേകമായ പുണ്യങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞു ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം നൽകപ്പെടും. ആർക്ക്? ക്ഷമയോടുകൂടി ഇതൊക്കെ ചെയ്യുന്നവർക്ക് അല്ലേ. നോമ്പെടുക്കാൻ അല്പം ക്ഷമല്ല, ഒരു അത്യാവശ്യം ക്ഷമ വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ ബിൽഡിംഗ് പണിക്ക് പോകുന്ന ഒരാൾ ഒരു ഉച്ചയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്റ്റിൻ്റെ സമയത്ത് റോഡിലൂടെ നടക്കുന്ന സമയം അവിടെ കൂൾ ബാറിൽ എന്തുണ്ടാവും? നല്ല തണുത്ത വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല വത്തക്ക വെള്ളം കലക്കി വെച്ചിട്ടുണ്ടാവും. മനസ്സ് അത് കുടിക്കാൻ ആഗ്രഹിക്കും. അവിടെ നമുക്ക് ക്ഷമയുണ്ട് അല്ലേ. നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ വീട്ടിലുണ്ട്, ഷഹവാത്തുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്ഷമയുണ്ട്. അതുപോലെ തന്നെ ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന സമയത്ത് തണുത്ത വെള്ളം മുന്നിലുണ്ടായിരുന്നിട്ടും കുടിക്കാതെ മാറി നിൽക്കുന്നതിൽ അതിൽ ക്ഷമയുണ്ട്. നമ്മോട് തർക്കിക്കാൻ വന്ന ആളോട് പോലും എന്താ പറയാൻ പറഞ്ഞത്? ഇന്നി സ്വാഇമുന്നാണ്. അവിടെ ഒരു ക്ഷമയുണ്ട്. നമ്മോട് തർക്കിക്കാൻ വരുന്ന ആളുകളോട് തിരിച്ച് തർക്കിക്കാൻ പാടില്ല എന്നാണ് റമളാനിൻ്റെ പകലുകളിൽ. ഇന്നി സ്വാഇമുൻ മർറത്തൈൻ, ഞാൻ നോമ്പുകാരനാണെന്ന് 2 പ്രാവശ്യം പറയണമെന്നാണ്. അപ്പോൾ അവിടെയൊക്കെ ക്ഷമയുണ്ട്. ആ ക്ഷമ എവിടെ മാത്രമാണ്? റമളാനിൻ്റെ പകലിൽ മാത്രമല്ല, റമളാനിൻ്റെ മുഴുവനും എന്നല്ല, റമളാനിന് ശേഷവും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കണം. എന്നറിയോ? റമളാനിൻ്റെ പകലിൽ ഹലാലായത് പോലും നമ്മൾ മാറ്റി നിർത്തുന്നു അല്ലേ. ഹലാലായി നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ട്, നമ്മൾ ഹലാലായി സ്വീകരിച്ച് നമ്മുടെ ഭാര്യ വീട്ടിലുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നിട്ടും റമളാനിൻ്റെ പകലിൽ ഈ ഹലാലായതിനെ പോലും മാറ്റി നിർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഹറാമിനെ നമുക്ക് മാറ്റി നിർത്തിക്കൂടാ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ റമളാനിൻ്റെ നോമ്പ് നമ്മെ പാകപ്പെടുത്തിയെടുക്കണം.
അതിനൊരു ക്ഷമ വേണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ക്ഷമയുടെ അടിസ്ഥാനത്തിലാണ് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ നോമ്പിന് ചില്ലറ പ്രതിഫലമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വെറും പട്ടിണിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പട്ടിണിയിലൂടെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം ചില്ലറയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നോമ്പ് എന്നത് നമ്മുടെ അന്നനാളം മാത്രമല്ല, നമ്മുടെ കണ്ണുകൾക്ക് നോമ്പുണ്ട്, നമ്മുടെ നാവുകൾക്ക് നോമ്പുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾക്ക് നോമ്പുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട്. ആ നോമ്പ് ആ രൂപത്തിൽ എടുക്കുന്നവർക്ക് മാത്രമേ ഈ പ്രതിഫലവും കൂടി കിട്ടുള്ളൂ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കണം. മൂന്നാമത്തത്, നമ്മുടെ പാപങ്ങൾ ഈ നോമ്പിലൂടെ പുറത്തു കിട്ടും. നോമ്പിൻ്റെ ശ്രേഷ്ഠതയെ പറയണത്. റമളാൻ്റെ ശ്രേഷ്ഠത 10 പറഞ്ഞു കഴിഞ്ഞു. ഇനി നോമ്പിൻ്റെ ശ്രേഷ്ഠത പറയാണ്. നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം. അതിൽ മൂന്നാമത്തത്, നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകപ്പെടും എന്നത് ഹദീസിൽ കാണാം. നാലാമത്തത്, നമുക്ക് ശുപാർശ ചെയ്യുന്ന ഔലിയാക്കന്മാരല്ല. ചില ആളുകൾ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഔലിയാക്കന്മാർക്ക് അവരുടേതായ സ്ഥാനങ്ങളുണ്ട്, ബഹുമാനങ്ങളുണ്ട്. ഔലിയാക്കന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശഫാഅത്ത് നൽകും. മറ്റു പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ശുപാർശയ്ക്ക് വേണ്ടി പോകുമ്പോൾ അവരെല്ലാം തട്ടിക്കളഞ്ഞ് അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. മഹ്ശറയിൽ വിശ്വാസിയാണെങ്കിൽ പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കും. അതങ്ങനെ തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മരിച്ചുപോയ മഹാന്മാർ, അവരെ വിളിച്ചു പ്രാർത്ഥിക്കലും അവരോട് തേടലും അവർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നൊക്കെ വാദിക്കുക എന്നത് അത് ഇസ്ലാമിൽ നിന്ന് പോലും പുറത്തു പോകുന്ന കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഷഫാഅത്തിൻ്റെ മേഖലകളുണ്ട്, ശുപാർശയുടെ മേഖലകളുണ്ട്. എവിടെ? പ്രവാചകൻ പറയുന്നു, ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. പ്രവാചകൻ പറയാണ്, അൽ ഖുർആനു വസ്സൗം യശ്ഫിആനി, നോമ്പും ഖുർആനും നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ശുപാർശ ചെയ്യും എന്നാണ്. എന്നിട്ട് നോമ്പ് എങ്ങനെയാണ് ശുപാർശ ചെയ്യുന്നത് എന്ന് ഹദീസിൽ കാണാം. ഐ റബ്ബ്, റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട്, ഇന്നി മനഅതുഹു അത്അമ വശഹവാത് ബിന്നഹാർ, അല്ലാഹുവേ റമളാനിൻ്റെ പകലിൽ ഞാൻ അവൻ്റെ ഷഹവാത്തുകളെ, അവൻ്റെ ദേഹേച്ഛകളെ തടഞ്ഞു വച്ചിട്ടുണ്ട്. അവന് വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ഞാൻ തടഞ്ഞു വെച്ചു. അവന് വിശന്നിട്ടുണ്ട്, ദാഹിച്ചിട്ടുണ്ട്, അവിടെ അവൻ്റെ അന്നപാനീയങ്ങൾ ഞാൻ തടഞ്ഞിട്ടുണ്ട്. റബ്ബേ, നീ അതിൻ്റെ പേരിൽ സ്വർഗം കൊടുക്കണേ എന്ന് നമ്മളെടുത്ത നോമ്പ് അള്ളാൻ്റെ അടുത്ത് ശുപാർശ ചെയ്യുന്ന. അതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലൂടെ ആ വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. എങ്ങനെയാ പറയുന്നത്? മനഅതുഹു നൗമ ബില്ലൈൽ, അല്ലാഹുവേ രാത്രിയിലെ അവൻ്റെ ഉറക്കത്തെ ഞാൻ കെടുത്തിയിട്ടുണ്ട്. രാത്രിയിൽ അവൻ ഖുർആൻ പാരായണം ചെയ്ത് റമളാനിൻ്റെ രാത്രിയെ ജീവിപ്പിച്ചപ്പോൾ അവൻ്റെ ഉറക്കം ഞാൻ കെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണമേ എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന, അങ്ങനെ ശുപാർശ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശുപാർശ തേടാൻ, ആ ശുപാർശ ലഭിക്കാൻ നമ്മൾ എന്ത് വേണം? 1, നോമ്പ് കൃത്യമായി എടുക്കണം. 2, ഖുർആൻ പാരായണം ചെയ്യണം. റമളാനിൻ്റെ രാത്രികളിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള സമയങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചിത സമയമെങ്കിലും രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടെത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 5-മത്തത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. 3 ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് തള്ളിക്കളയൂല. ലാ തുറദ്, അള്ളാഹ് തള്ളിക്കളയാത്ത 3 വിഭാഗം ആളുകൾ. അതിൽ ഒന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദഅവത്തുൽ വാലിദി ലി വലദിഹി, മാതാപിതാക്കളുടെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മക്കൾക്ക് എതിരെ ഒരിക്കലും മാതാപിതാക്കൾ പ്രാർത്ഥിക്കരുത് എന്നാണ്. കാരണം മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. നീ നശിച്ചു പോകും എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഉമ്മയാണ് പറയുന്നതെങ്കിൽ, വാപ്പയാണ് പറയുന്നതെങ്കിൽ, ആ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊരു പ്രാർത്ഥന വാചനാണ്. നമ്മളൊരു പക്ഷേ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കാം. പക്ഷെ അത് അള്ളാഹ് സ്വീകരിക്കുന്ന സമയമാണെങ്കിൽ പിന്നെ ആ കുട്ടി രക്ഷപ്പെടില്ല എന്നാണ്. അതാണ് ഈ ഹദീസിൽ കാണാം, ദഅവത്തുൽ വാലിദി ലി വലദിഹി. അത് എതിരാണെങ്കിലും അവന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണെങ്കിലും ശരി, മക്കൾക്കെതിരെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതാണെങ്കിലും ശരി, അത് തള്ളിക്കളയുകയില്ല എന്ന് കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഇനി 2-മത്തത്, ഒരു നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല എന്നാണ്. അപ്പോൾ റമളാനിൻ്റെ പകലിൽ നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്. ബിസിനസ്സിൽ, ജോലിയിൽ, കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവേ, ഇതെല്ലാം എനിക്ക് തിരിച്ചു നൽകണേ എന്ന് നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ
നമുക്ക് ഈ റമദാനിൻ്റെ പകലിൽ സമയം കണ്ടെത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളുടെ നന്മയ്ക്ക്, പഠനത്തിന്, നമ്മുടെ മരണം നന്നാവാൻ, ആ മരണാനന്തര ജീവിതത്തിൽ ഖബറിൽ വിശാലത ലഭിക്കാൻ, ഖബറിൽ പ്രകാശം ലഭിക്കാൻ, മരണാനന്തര ജീവിതത്തിൽ വിജയം ലഭിക്കാൻ, സ്വർഗം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം പ്രാർത്ഥിക്കാനുണ്ട്. നമ്മുടെ ഓരോ കാര്യങ്ങളും റബ്ബേ നീ ശരിയാക്കി തരണേ എന്ന് റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയില്ല എന്നാണ്. ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകൾ മുസാഫിറാണ്. മുസാഫിർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ്റെ പ്രാർത്ഥന അല്ലാഹു എന്ത് ചെയ്യില്ല, തള്ളിക്കളയുകയില്ല. സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയിൽ എണ്ണപ്പെട്ടതാണ് ഒരു യാത്രക്കാരൻ്റെ പ്രാർത്ഥനയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രത്യേകം ഊന്നി പറയുന്നത്, റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണം, നമ്മുടെ അയൽപ്പക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതോടൊപ്പം വിശ്വാസി സമൂഹത്തിന് മൊത്തത്തിലായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഒരു സഹോദരൻ്റെ അദൃശ്യത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അഭാവത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറയാൻ മലക്കുകൾ ഉണ്ടാകുന്നതാണ്. ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ മലക്കുകൾ ഉണ്ടാകുന്നതാണ്. നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതായത് ഞാൻ ഇവിടെയുള്ള ഒരാൾക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ ആമീൻ പറയും, എനിക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലക്കുകൾ ഉണ്ടാകുന്ന സമയം, ഇപ്പം ഇത് ചില്ലറ കാര്യമല്ല. മലക്കുകളുടെ പ്രാർത്ഥന ഏതായാലും സ്വീകരിക്കപ്പെടുന്നുള്ളത് സംശയമില്ലല്ലോ. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആറാമത്തെ നോമ്പിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് ഹദീസിൽ കാണാം, 2 സന്തോഷങ്ങൾ ആ നോമ്പുകാരന് ലഭിക്കും. ഒന്നാമത്തത് ഇൻദൽ ഫിത്രി, നോമ്പ് തുറക്കുമ്പോഴും ശവ്വാലമ്പളി കണ്ട് പെരുന്നാൾ സുദിനം ആസ്വദിക്കുമ്പോഴുമുള്ള സന്തോഷം, അത് ദുനിയാവിലെ സന്തോഷമാണ്. രണ്ടാമത്തത് ഇന്ദ ലിഖാ ഇല്ല, നമ്മുടെ ഖബറിലേക്ക് ഇറക്കി വെച്ച് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന സന്തോഷം, റബ്ബിനെ കണ്ടുമുട്ടുന്ന സന്തോഷം. ബർസഖിയായ ജീവിതത്തിൽ പരലോകത്ത് സ്വർഗത്തിൽ ലഭിക്കുന്ന വല്ലാത്തൊരു ആനന്ദവും സന്തോഷവുമാണ് രണ്ടാമത്തെ സന്തോഷമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു അല്പസമയം ആ വിഷയം വിശദീകരിക്കാൻ വേണ്ടി എടുക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടവരെല്ലാം പ്രവേശിക്കും. അതായത് നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടവരുണ്ടെങ്കിൽ അവരും പ്രവേശിച്ചതിന് ശേഷം അള്ളാഹു സ്വർഗനിവാസികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അധികരിച്ചു വേണോ? സുദീർഘമായ ഹദീസാണ്, ചുരുക്കി പറയാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അധികരിച്ചു വേണമോ എന്ന് അള്ളാഹ് ചോദിക്കും. അന്ന് അള്ളാഹ് മറയിലാണ്, വിശ്വാസികളെ നേരിൽ കാണുന്ന അവസ്ഥയിലല്ല, വിശ്വാസികൾക്ക് അള്ളാഹുവിനെ നേരിൽ കാണുന്ന സാഹചര്യത്തിലല്ല. എന്നാൽ അള്ളാഹ് സംസാരിക്കുന്ന ആ സമയത്ത് വിശ്വാസികൾ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ആളുകൾ പറയുന്നതാണ്, അള്ളാഹുവേ ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ, സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ടില്ലേ, ഈ സ്വർഗത്തിലെ ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് ഒരിക്കൽ നോക്കിയിട്ട് രണ്ടാമത് നോക്കുമ്പോഴേക്ക് അതൊരു മറ്റൊരു സാമ്രാജ്യമായി മാറുന്ന അത്രയും വലിയ ബൃഹത്തായ സ്വർഗ രാജ്യമാകുന്നു അത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മാത്രമല്ല അതിൻ്റെ ചുറ്റുപാടും ഇതുപോലെ കുട്ടികൾ കളിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടും യതൂഫു അലൈഹിം വുൽദാനും മുഖല്ലദൂൻ, അതിനിടയിൽ കുട്ടികളിൽ നിന്ന് കളിക്കുന്നതാണ്. ആ ഒരു സന്തോഷം, ചെറിയ കുട്ടികൾ കളിക്കാനും അത് ഒന്ന് കണ്ടാസ്വദിക്കാനും വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ. ചെറിയ കുട്ടികൾ പിന്നെ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ പോലും അത് നമ്മൾ സന്തോഷമായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതൊരു മനസ്സിനൊരു കുളിർമയാണ്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ, ഒരു 2 വയസ്സുള്ള കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കാണുമ്പോഴേക്ക് നമ്മുടെ ടെൻഷനൊക്കെ അലിഞ്ഞു പോകും അല്ലേ. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആസ്വദിക്കുന്നതാണ്. എന്നതുപോലെ സ്വർഗത്തിൽ വല്ലാത്തൊരു ആനന്ദമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അതിലൂടെ ചുറ്റിത്തിരിയുന്ന മുത്തും പവിഴങ്ങളുമായ ആ കുഞ്ഞു കുട്ടികൾ നമ്മെ ചുറ്റിത്തിരിയും. അങ്ങനെയുള്ള സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ആ സ്വർഗങ്ങൾ തന്നെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ലബിനത്തും മിൻ ഫിദ്ദ വലബിനത്തും മിൻ ദഹബ് വമിലാത്തുഹാ മിസ്കുൽ അദ്ഫർ എന്നൊക്കെ പറഞ്ഞ് ഹദീസിൽ കാണാൻ കഴിയും. അതായത് അതിൻ്റെ ഇഷ്ടികകൾ ഈ വീടുണ്ടാക്കാൻ ഈ എന്താ പറയുക ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചത് എന്നതുപോലെ സ്വർഗത്തെ നിർമ്മിക്കാൻ സ്വർണവും വെള്ളികളും മുത്തും പവിഴങ്ങളും വജ്രങ്ങളുമാണ് ഉപയോഗിച്ചത്, കുങ്കുമവുമാണ് അതിന് ഉപയോഗിച്ചത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ 1 ഗ്രാം സ്വർണത്തിന് ഇപ്പോൾ എത്ര വില അല്ലേ? 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ എത്രയാണ്? 1 ലക്ഷത്തിന് പുറത്തു കൊടുക്കണ്ടേ? എന്നാൽ അങ്ങനെ ഒരു സ്വർഗരാജ്യം, സ്വർഗം എന്ന് പറയുമ്പോൾ ഈ ആകാശ ഭൂമികളെക്കാൾ എത്രയോ വിശാലാണ്.
സ്വർഗത്തിൻ്റെ ഒരു തട്ടിൽ നിന്ന് രണ്ടാമത്തെ തട്ടിലേക്ക് 100 ദർജകൾ സ്വർഗത്തിനുണ്ടെന്നാണ്. അതിൽ ഒരു ദർജയിൽ നിന്ന് ഒരു തട്ടിൽ നിന്ന് രണ്ടാമത്തെ തട്ടിലേക്ക് പോകണമെങ്കിൽ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് പോകുന്ന ദൂരം ഉണ്ടെന്നാണ്. അങ്ങനെയുള്ള 100 തട്ടുകൾ എങ്കിൽ എത്ര പ്രവിശാലാണ് സ്വർഗം. ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടാണ് ആര് ചോദിക്കുന്നത്? അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി എക്സ്ട്രാ വേണോ? അപ്പോഴാണ് വിശ്വാസികൾ പറയുന്നത്, അള്ളാഹു ഇതൊക്കെ തന്നെ ധാരാളമാണ്, ഇതൊക്കെ തന്നെ ധാരാളമാണ്, എന്നിട്ട് ഇനി എന്താ അധികരിച്ച് കിട്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യക്ഷിഫുൽ ഹിജാബ്, അള്ളാഹുവിൻ്റെ മറയെ, അടിമകളിൽ നിന്നുള്ള മറയെ അങ്ങ് നീക്കിക്കളയുന്നതാണ്. ആ സമയത്ത് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ അള്ളാഹിനെ കാണാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ, പൂർണ്ണചന്ദ്രനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹിനെ കണ്ടുമുട്ടാൻ കഴിയും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ആ കണ്ടുമുട്ടുന്ന സമയത്ത് അത്രയും അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച ആളുകൾ, അള്ളാഹു ഇതിലപ്പുറം എന്ത് അനുഗ്രഹമാണ് കിട്ടാനിരിക്കുന്നതെന്ന് പറഞ്ഞ ആളുകൾ, സ്വർഗനിവാസികൾ പറയും, അള്ളാഹു ഇത്രയും നാൾ കിട്ടിയതൊന്നും ഒരു അനുഗ്രഹമല്ല, ഇപ്പം കിട്ടിയതാണ് അനുഗ്രഹം എന്ന് പറയുന്ന സന്തോഷത്തിൻ്റെ വേളയാണ് നോമ്പുകാരന് കിട്ടാനിരിക്കുന്ന സന്തോഷം. അങ്ങനെ ഒരു സന്തോഷം നമുക്ക് വരാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരു സന്തോഷം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 7ാമത്തെ പ്രത്യേകത, നോമ്പുമായി ബന്ധപ്പെട്ട് 7ാമത്തെ പ്രത്യേകത, ഒരു ഉച്ചയ്ക്ക് കഴിയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഗന്ധം അടുത്ത ആളുകൾക്ക് മൂക്കുപൊത്താൻ കാരണമാവും അല്ലേ? ഒന്ന് പല്ല് വെച്ച് വരാൻ പറയും. പക്ഷെ അള്ളാൻ്റെ അടുക്കൽ എന്താ? കസ്തൂരിയേക്കാൾ മണമുള്ളതാണത്, കസ്തൂരിയേക്കാൾ പവിത്രതയുള്ളതാണത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. 8ാമത്തത്, ആ സ്വർഗനിവാസികൾക്ക് പ്രവേശിക്കാൻ അള്ളാഹു 8 കവാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ്. ആ 8 കവാടങ്ങളിൽ ഒരു കവാടം അള്ളാഹു പ്രത്യേകമാക്കിയിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിലൊരു വാതിലുണ്ട്, യുഖാലു ലഹു അർ-റയ്യാൻ, ആ വാതിലിനെ വിളിക്കപ്പെടുന്നത് റയ്യാൻ എന്നാണ്. ആ റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇല്ലസ്സായിമൂൻ, നോമ്പുകാർ മാത്രമാണെന്നാണ്. മാത്രമല്ല, ആ വാതിലിൻ്റെ മുന്നിൽ നിന്ന്, അതിൻ്റെ എൻട്രൻസിൽ നിന്ന് മലക്കുകൾ ഇങ്ങനെ സ്വാഗതം ചെയ്യും. ഐന സ്സായിമൂൻ തആൽ, വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കും, വെൽക്കം ചെയ്യും. ആര്? മലക്കുകൾ. മലക്കുകൾ നോമ്പുകാരെ പ്രത്യേകമായി ക്ഷണിച്ച് ആ സ്വർഗത്തിൻ്റെ വാതിലിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അങ്ങനെ നോമ്പുകാർ മുഴുവൻ പ്രവേശിച്ചു കഴിഞ്ഞാലോ ആ വാതിൽ ക്ലോസ് ചെയ്യപ്പെടും, പിന്നെ ഒരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല എന്ന് ഹദീസിൽ കാണാം. 9ാമത്തെ പ്രത്യേകത, നരകത്തെ തടുക്കുന്ന പരിചയായിക്കൊണ്ടാണ് നോമ്പിനെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. അസ്സിയാമു ജുന്നത്തുൻ, നോമ്പൊരു പരിചയാണ്. നമ്മളിപ്പോൾ ഒരു കളരിപ്പയറ്റ്, നിങ്ങൾക്കറിയാലോ കളരിപ്പയറ്റ്, നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കളരിപ്പയറ്റിന് വാളിൻ്റെ വെട്ട് തടുക്കാൻ വേണ്ടിയിട്ട് ഇഡലി കുട്ടുവത്തിൻ്റെ സാധനമില്ലേ, എന്താ അതിന് പറയല്, ആ സാധനം നമ്മൾ തടുക്കുമല്ലോ എന്നതുപോലെ പരിചയാണ്. പ്രവാചകൻ പ്രത്യേകം ആ വിഷയത്തെ ഊന്നി പറഞ്ഞു. എന്ത്? കജുന്നത്തി അഹദിക്കും മിനൽ ഖിതാൽ, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്ത് ശത്രുവിൻ്റെ വെട്ടേറ്റ് ഏൽക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പരിച പോലെയാണ് ഈ നോമ്പ്, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് നിങ്ങളെ തടുക്കുന്ന പരിചയാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. മാത്രമല്ല, തിന്മയിൽ നിന്ന് നമ്മെ തടുക്കുന്ന പരിചയമാണ്. അത് പരലോകത്താണ് നരകത്തെ തടുക്കുന്നതെങ്കിൽ ദുനിയാവിൽ നമ്മുടെ തിന്മകളെ തടുക്കാൻ കാരണമാകുന്നതാണ് എന്ത്? ഈ നോമ്പ് എന്നത്. അതുകൊണ്ടാണ് നമ്മൾ അനുവദിക്കപ്പെട്ടതുപോലും മാറ്റി നിർത്തുന്നു അല്ലേ? നോമ്പെടുക്കുന്ന ഒരു വ്യക്തി അനുവദിക്കപ്പെട്ടതുപോലും നമ്മൾ നീക്കി നിർത്തുന്നു. അതിലൂടെ തിന്മയെ മാറ്റി നിർത്താൻ നമുക്ക് പ്രാപ്തരാക്കുന്നു എന്നതാണ് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്, വായിച്ചെടുക്കാൻ കഴിയുന്നത്. 10ാമത്തെ പ്രത്യേകത, നരകത്തിൽ നിന്ന് 70 വർഷം അവൻ അകറ്റപ്പെടും. റമദാൻ ഫുള്ള് നോമ്പെടുത്താലല്ല, ഒറ്റ ദിവസം നോമ്പെടുത്താൽ, റമദാനിൻ്റെ ഒരൊറ്റ ദിവസം നോമ്പെടുത്താൽ നരകത്തിൽ നിന്ന് 70 വർഷം യാത്ര ചെയ്താൽ എവിടെയാണോ എത്തുന്നത് അത്രയും ദൂരം അകറ്റപ്പെടുന്ന. ഇവിടെ നിന്ന് 5 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്നാൽ സൗദിയിൽ പോയി ഇറങ്ങാൻ പറ്റും, ദമാമിലോ അല്ലെങ്കിൽ ജിദ്ദയിലോ പോയി ഇറങ്ങാൻ പറ്റും. 5 മണിക്കൂർ ഇരുന്നാൽ, വെറും 5 മണിക്കൂർ. അങ്ങനെ നോക്കുമ്പോൾ 70 വർഷം യാത്ര ചെയ്യാൻ, എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ എത്ര ദൂരം ഉണ്ടാവും? അതൊറ്റ ദിവസത്തിൻ്റെ വിഷയമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു അസ്സ വജല്ല ബിദാലിക്കൽ യൗം വജ്ഹഹു 70 ഹരീഫ അനിന്നാരി 70 ഹരീഫ. 70 വർഷം നരകത്തിൽ നിന്ന് അവൻ്റെ മുഖത്തെ അകറ്റുന്നതാണ്. ഇനി നമുക്കൊന്ന് കണക്ക് നോക്കാം. ഒരു ദിവസം 70 വർഷമാണെങ്കിൽ 30 റമദാനാണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ
എത്ര കിലോമീറ്റർ, എത്ര വർഷം യാത്ര ചെയ്യാൻ കിട്ടും? 2100 വർഷം. ഒരു റമദാൻ കിട്ടിയാൽ, ഒരു റമദാൻ നമുക്ക് കിട്ടിയാൽ 2100 വർഷം യാത്ര ചെയ്താൽ എത്ര ദൂരം എത്തോ അത്രയും ദൂരം നരകത്തിൽ നിന്ന് അകറ്റാൻ നമുക്ക് ഈ റമദാനിൻ്റെ നോമ്പ് കൊണ്ട് കഴിയുന്ന. അതായത് നരകത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി രക്ഷപ്പെടാൻ ഈ റമദാനിൻ്റെ നോമ്പ് അത് കാരണമാകുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. പക്ഷേ ഈ റമദാനിൻ്റെ നോമ്പും ഈ റമദാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീരാ നഷ്ടമായിരിക്കും. അതാണ് നേരത്തെ ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ വിധേയമാകരുത് എന്ന് നമ്മൾ പറയാൻ കാരണം. എന്താ? ആ റമദാൻ അത് കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താതെ സാധാരണ മാസം പോലെ കണ്ട് രാവിലെയൊക്കെ പട്ടിണി കിടന്ന് വൈകുന്നേരമായപ്പോൾ വീണ്ടും സിഗരറ്റും വലിച്ച് ബീഡിയും വലിച്ച് വഴിയിലൂടെ യാത്ര ചെയ്ത് തിന്മയിലേക്ക് തിരിച്ചു മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ റമദാനെങ്കിൽ ആ റമദാൻ കൊണ്ട് യാതൊരു ഫായിദയില്ല. ഏതുപോലെ സാധാരണ മുമ്പുള്ള ആളുകൾ പറയും, രാവിലെ മുതൽ വെള്ളം കോരി വൈകുന്നേരമായപ്പോൾ കലയിട്ട് ഉടച്ചതുപോലെ എന്നാണ്. രാവിലെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു നൽകുന്നത് പട്ടിണി കിടക്കലല്ല നോമ്പ്, പട്ടിണി കിടക്കലല്ല നോമ്പ്, മറിച്ച് അവൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കലും അവൻ്റെ ശരീരത്തെ പ്രാപ്തമാക്കലും അവൻ്റെ ആത്മീയമായ ചിന്തകളെ റബ്ബിലേക്ക് എത്തിക്കലുമാണ് യഥാർത്ഥത്തിൽ റമദാൻ. നോമ്പ് അതാണ്. നോമ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അത് തന്നെയാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ ഹിക്മത്ത് എന്താണ്? അതിൽ നിന്ന് കിട്ടേണ്ട റിസൾട്ട് എന്താണ്? നമ്മൾ പരീക്ഷ എഴുതി, ആ പരീക്ഷയ്ക്ക് കിട്ടേണ്ട റിസൾട്ട് എന്താ? അത് നമുക്ക് വിജയമാണ്. എന്നതുപോലെ ഇവിടെ നമ്മളൊരു പരീക്ഷണത്തിലാണ്. റമദാനിൽ പ്രവേശിച്ചത് മുതൽ റമദാൻ തീരുന്നത് വരെ നമുക്ക് സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റമദാൻ നമുക്കൊരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ്, നമ്മുടെ നാശമാണത്. നമ്മുടെ റിസൾട്ട് എന്തായിരിക്കണം? ലഅല്ലക്കും തത്തഖൂൻ. ഈ റമദാനിലൂടെ, റമദാനിൻ്റെ നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് തഖ്വയോടുകൂടി റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, റബ്ബിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറാൻ. റേഷൻ കാർഡിൽ മുസ്ലിം എന്ന് പേര് വന്നിട്ട് കാര്യമില്ല. SSLCയുടെ സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ ചോദിക്കുമ്പോൾ മുസ്ലിം എന്ന് കൊടുത്തിട്ട് കാര്യമില്ല. കാസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ OBC കൊടുത്തിട്ട് കാര്യമില്ല. അല്ലാഹ് അത് പരിഗണിക്കില്ല. മറിച്ച് അവൻ മുസ്ലിമാണ് എന്ന് നോക്കുന്നത് എങ്ങനെയാ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ അമാലിക്കും, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, അവരുടെ രൂപത്തിലേക്കോ അവരുടെ മുഖത്തിലേക്കോ ഒന്നല്ല അല്ലാഹ് നോക്കുന്നത്, അവരുടെ ഭംഗിയിലേക്കോ അല്ല അല്ലാഹ് നോക്കുന്നത്. മറിച്ച് വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വ അമാലിക്കും, അവരുടെ നമ്മുടെ കർമ്മങ്ങളിലേക്കും നമ്മുടെ ഹൃദയങ്ങളിലേക്കുമാണ് അല്ലാഹ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഈ മരണാനന്തര ജീവിതം കഴിഞ്ഞ് അള്ളാൻ്റെ അടുക്കലേക്ക് എത്തുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഹൃദയം സലീമായ ഹൃദയവുമായി കൊണ്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് കഴിയണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മര്യാദകളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മല്ലം യദ് ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തുആമഹു വശറാബഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റമദാനിൻ്റെ പകലിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കലല്ല നോമ്പ് എന്ന് പറയുന്നിടത്ത് പറഞ്ഞതാണ് ഒരാൾ കൗലസൂർ എന്ന് പറഞ്ഞാൽ എന്തറിയോ? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മുടെ വിശ്വാസികളായ ആളുകൾ പോലും ചെയ്തു വരുന്ന ഒരു മഹാ അബദ്ധമാണ് കൗലസൂർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു അന്യനെ കുറിച്ച് അവനുള്ള കാര്യം പോലും പറഞ്ഞു നടക്കുക. ഉദാഹരണത്തിന് ഒരു വ്യക്തി സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണ്, അത് നമ്മൾ യാദർച്ഛികമായി അറിഞ്ഞു, എന്നിട്ട് നമ്മൾ അടുത്ത വീട്ടിലേക്ക് നേരെ പാസ് ചെയ്യണം, എടാ നീ അറിഞ്ഞോ മറ്റവൻ സിഗരറ്റ് വലിക്കുന്ന ആളായി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ അവൻ്റെ അഭാവത്തിൽ അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഗീബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗീബത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, റസൂലെ ഇൻ കാന ഫീഹി, ആ വ്യക്തിയിലുള്ള ഒരു ദോഷമാണ്, തിന്മയാണുള്ളത്, അത് നമ്മൾ പറഞ്ഞാൽ അത് പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശക്തമായി പറയാണ്, ഇൻ കാന ഫീഹി ഫഖദ് ഇഗ്തബ്ത, ഇനി അവനിലുള്ള തിന്മയാണ് നീ പറഞ്ഞു പരത്തിയതെങ്കിൽ അത് തന്നെയാണ് ഗീബത്ത്.
ഇനി അവനിൽ ഇല്ലാത്തൊരു കാര്യമാണ് നീ പറഞ്ഞതെങ്കിലോ ഫഖദ് ബഹത്ത, അത് വമ്പിച്ച കളവാകുന്നു എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെയാണ് ഖൗലസൂർ എന്ന് പറഞ്ഞത്. അതിന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അല്ലേ? പറഞ്ഞാൽ മാത്രം ആവൂല എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഫിത്ന നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഫോണിലാണ്, അല്ലേ? നമ്മുടെ വാട്സപ്പിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചു തന്നു, ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട്, ഇന്ന വ്യക്തി ഇങ്ങനെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്യുന്നു. അതും ഖൗലസൂറാണ്. അതാണ് ആ ഹദീസിൻ്റെ ബാക്കി ഭാഗം എന്ത്? മല്ലം യദ് ഖൗലസൂർ വൽ അമല ബിഹി, അതുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും, അത് ഫോർവേഡ് ആണെങ്കിലും ശരി അങ്ങനെ തന്നെയാണ്. നമ്മൾ നാവ് കൊണ്ട് പറയണമെന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ വിരലുകൾ കൊണ്ട് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫോർവേഡ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഇട്ട ഏത് മാർഗത്തിലും നമ്മൾ അന്യനെക്കുറിച്ച് ഇല്ലാത്തതോ ഉള്ളതോ പറഞ്ഞ് പരത്തിയിട്ടുണ്ടെങ്കിൽ അത് നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഉണർത്തുന്നുണ്ട്. മാത്രമല്ല, ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഈ നോമ്പിൽ അതിൻ്റെ ഹിക്മത്ത് എന്താണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് നിർബന്ധമാക്കാൻ ലക്ഷ്യമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ അടിസ്ഥാനമായി പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തത് തഖ്വയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് വിശുദ്ധ ഖുർആനിൽ നേർക്കുനേർ വന്ന കാര്യമാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ പറഞ്ഞു, അന്നഹു യുഹഖിഖു തഖ്വല്ലാഹ് ഫിൽ ഇസ്തിജാബതി ലി അംരിഹി വലിൻഖിയാദി ലി ശർഇഹി. അല്ലാഹുവിൻ്റെ മതനിയമത്തെ അതിൽ കീഴ്വണങ്ങിക്കൊണ്ട് റബ്ബിൻ്റെ കൽപ്പനയെ അനുസരിച്ച് ആ രൂപത്തിൽ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത്, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുവരെ റമദാനിൽ പള്ളിയിൽ വരാത്തവർ റമദാനിൽ എന്ത് ചെയ്യുന്നുണ്ട്? സുബഹിക്കുൾപ്പെടെ പള്ളിയിൽ വരുന്നുണ്ട്. പള്ളി ഫുള്ളാണ്, അല്ലേ? അത് അള്ളാൻ്റെ കൽപ്പനയെ അനുസരിച്ച് അതിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തേണ്. അതിന് ശേഷമുള്ള റമദാനിൻ്റെ ബാക്കി ഭാഗവും ബാക്കിയുള്ള ദിനരാത്രങ്ങളും എന്ത് ചെയ്യണം? ആ ഒരു മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകാൻ റമദാനിൽ നമ്മൾ എങ്ങനെയാണോ റബ്ബിനെ ആരാധിച്ചത് അതേ റബ്ബ് തന്നെയാണ് റമദാനിന് ശേഷവും ശവ്വാലിനും ഉള്ളത്, അല്ലേ? അള്ള മാറുന്നില്ലല്ലോ. അള്ള മാറുന്നുണ്ടോ? ഇല്ല. എങ്കിൽ ആ റബ്ബിനെ നമ്മൾ റമദാനിൽ എങ്ങനെയാണോ ഭയപ്പെട്ടത് അതുപോലെ തന്നെയാണ് മറ്റു മാസങ്ങളിലും ഭയപ്പെടേണ്ടത്. അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ, തഖ്വ നേടിയെടുക്കാൻ ഈ റമദാനിൻ്റെ നോമ്പ് കാരണമാണ് എന്നാണ്. രണ്ടാമത്തത് യുഅവ്വിദു നഫ്സ് അല സബ്ർ, ശരീരത്തിനെ ക്ഷമ പഠിപ്പിക്കാൻ. നമുക്കില്ലാതെ പോയത് അതാണ്. നമുക്ക് ഒരാൾ ബാക്കിൽ നിന്ന് വണ്ടിയിൽ ഹോണടിച്ചാൽ നമുക്കാകെ പിന്നെ അവനെ കയറ്റിവിടാൻ പ്രയാസമാണ്. നമുക്ക് ഒരാൾ സൈഡിൽ നിന്നില്ലെങ്കിൽ പിന്നെ അവനെ ഹോണടിച്ച് വെറുപ്പിക്കലാണ്, അല്ലേ? അത് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയും. എന്നതുപോലെ നമുക്കില്ലാത്തൊരു കാര്യമാണ് ക്ഷമ. എന്നാൽ ക്ഷമ ഉണ്ടായാലോ? ഈ ക്ഷമ ഉണ്ടാക്കിയെടുക്കലാണ് ഈ നോമ്പ്. ക്ഷമ ഉണ്ടാക്കിയെടുക്കലാണ് റമദാനിലൂടെ. ആ ക്ഷമ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിലൂടെ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല പണ്ഡിതന്മാർ പറയുന്നു, വയുഖബ്ബിൽ ഇറാദത്തു ഫി തഗല്ലുബി അല ശഹ്വാത്ത്, മോശപ്പെട്ട കാര്യങ്ങൾ, ദേഹേച്ഛകൾ, അതിൽ നിന്നും മനസ്സിനെ പിടിച്ചു വെക്കാൻ, നമ്മുടെ ഉദ്ദേശങ്ങളെ തടഞ്ഞു വെക്കാൻ ഈ റമദാനിലൂടെ കഴിയും. എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുവദിക്കപ്പെട്ട കാര്യം പോലും നമ്മൾ മനസ്സിനെ പിടിച്ചു വെച്ച് തടഞ്ഞു വച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ മോശപ്പെട്ട ഇറാദത്തുകൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ഷഹവാത്തുകൾ, നമ്മുടെ ദേഹേച്ഛകൾ, അതിനെയെല്ലാം മാറ്റി നിർത്താനും തടഞ്ഞു വെക്കാനും ഈ റമദാനിൻ്റെ നോമ്പിലൂടെ നമുക്ക് സാധിക്കണമെന്നാണ്. അതാണ് ലക്ഷ്യം. അതിലൂടെ അത് മനസ്സ് പാകപ്പെട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ റമദാനിൻ്റെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ ബാത്റൂമിൽ പോകും. ചില ആളുകൾ അങ്ങനെയാണ്. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മറ്റു സാധനം വേണം, അല്ലേ? ഒരു കുറ്റി വേണം. ബാത്റൂമിൽ പോകണമെങ്കിൽ തന്നെ അത് വേണം. അങ്ങനെയുള്ള ആളുകൾ അതുവരെ കടിച്ചു പിടിച്ചു നിന്നു. എന്താ? ക്ഷമയാണ്. റമദാൻ കഴിഞ്ഞതോടുകൂടി, നോമ്പ് തുറന്നതോടുകൂടി എന്തായി? ആ കുറ്റിയും തീപ്പൊട്ടിയെടുത്ത് നേരെ ബാത്റൂമിലേക്ക് പോകുന്നു. നോമ്പിന് കാര്യമില്ല. കാരണം എന്താ? അതുവരെ സൂക്ഷിച്ചതെല്ലാം ഇതോടുകൂടി ബാത്തിലായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തത്, പാവപ്പെട്ടവൻ്റെ പട്ടിണിപ്പാവങ്ങളായ ആളുകളുടെ പട്ടിണിയെ തിരിച്ചറിയാൻ ഈ നോമ്പിലൂടെ സാധിക്കുന്നതാണ്, അല്ലേ? വിശപ്പ് നമുക്ക് നമ്മളിപ്പോൾ എന്താ, രാവിലെ ചായ, പിന്നെ ഒരു 8 മണിയാകുമ്പോൾ ഫുഡ്, പിന്നെ ഒരു 10 മണിക്ക് വീണ്ടും ചായ, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ്, വൈകുന്നേരം വീണ്ടും ചായയും കടിയും. ഒരു 5-6 നേരം നമ്മൾ ഫുഡ് കഴിക്കണം, അല്ലേ? 5-6 നേരം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് മതിയാകുന്നില്ല. അതിനിടയിൽ രാത്രി പിന്നെ ചിലപ്പോൾ പോയിട്ട് അൽഫാമ്, ബ്രോസ്റ്റ്, മന്തി, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കഴിക്കാൻ പറ്റുമോ അതൊക്കെ കഴിച്ച് നമ്മൾ ലാവിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശപ്പിൻ്റെ കാഠിന്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതിനൊരു അവസരം കൂടിയാണിത്
എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇനി ചില മര്യാദകൾ കൂടി, നോമ്പുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത്തത്, നമ്മൾ നോമ്പെടുക്കുമ്പോൾ അത്താഴം കഴിക്കണം എന്നാണ്. അത്താഴം കഴിക്കണം. രാവിലെ വെറുതെ എണീറ്റിട്ട് പിന്നെ നേരെ പള്ളിയിൽ പോയി നെയ്യത്തൊക്കെ വെച്ച് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് അത്താഴം കഴിച്ചിട്ടില്ല എന്ന് വലിയ വീമ്പളക്കുന്ന ആളുകൾ അവർ മണ്ടന്മാരെന്നാണ്. ഞാൻ ഇന്ന് അത്താഴം കഴിക്കാതെയാണ് നോമ്പെടുത്തത് എന്ന് ചിലപ്പോൾ വലിയ സംഭവമായിട്ട് പറയും. അവൻ മണ്ടനാണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് അവൻ നോമ്പ് തുടങ്ങിയിട്ടുള്ളത്. കാരണം എന്നറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറൂ, നിങ്ങൾ അത്താഴം കഴിക്കൂ, ഫഇന്ന ഫി സഹൂരി ബറക, സഹറിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട് എന്ന് ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു റിക്ക് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണമെന്ന ഹദീസിൽ കാണാം. എന്നാൽ അത്താഴത്തിൽ സുന്നത്തായത് ഈത്തപ്പഴമാണ് എന്ന് പ്രവാചകൻ മറ്റൊരു ഹദീസിലൂടെയും പറഞ്ഞു. 3 കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അത്താഴവുമായി ബന്ധപ്പെട്ട് അത്താഴം കഴിക്കണം. അത്താഴത്തിൻ്റെ സമയത്തിൽ എണീറ്റു എന്നത് അത്താഴം കഴിച്ചതായിട്ടില്ല, മറിച്ച് അത്താഴത്തിന് ഒരു റിക്ക് വെള്ളമെങ്കിലും കുടിക്കണം. അതിൽ സുന്നത്തായത് ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കുക എന്നതാണ് സുന്നത്തായിട്ടുള്ളത്. അത് ബറക്കത്തുണ്ട് എന്ന് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു. ഇനി 4-മത്തത്, അതായത് അത്താഴം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട 4-മത്തെ കാര്യം, അത്താഴം വൈകിപ്പിക്കണം എന്നുള്ളതാണ്. അത്താഴം പരമാവധി വൈകിപ്പിക്കണം. എന്നാൽ ബാങ്ക് വിളിക്കുന്നതുവരെ കാത്തിരിക്കാനും പാടില്ല. ആ വൈകിപ്പിക്കലിൽ ഈ ഉമ്മത്തിൽ ഖൈറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യസാലു നാസു ബിഖൈർ അഖറു സഹൂർ, അത്താഴം വൈകിപ്പിക്കുന്ന കാലത്തോളം ഈ ഉമ്മത്ത് ഖൈറിലായിരിക്കുമെന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ ബാങ്ക് വിളിക്കുന്നവരെ കാത്തിരിക്കാൻ പാടില്ല. ചില ആളുകൾ തെറ്റിദ്ധരിച്ച മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ ബാങ്ക് വിളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ച ആളുകളുണ്ട്. അത് പരമാബദ്ധാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വായിലുള്ളത് കൂടി തുപ്പിക്കളയണം. വെള്ളം കുടിക്കാൻ പാടില്ല. എന്തായാലും ഭക്ഷണം കഴിച്ചില്ല, തൊണ്ടയിലിരിക്കും, നെഞ്ചിലിരിക്കും, കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചാൽ അവൻ്റെ നോമ്പ് ബാത്തിലായി എന്നാണ്. എന്നാൽ ഇവിടെ ഞാൻ പ്രത്യേകം ഉണർത്തുന്നു, ചില പള്ളികളിലെങ്കിലും, നമ്മുടെ നാട്ടിലെ ചില പള്ളികളിലെങ്കിലും ഒരു സൂക്ഷ്മതയുടെ പേരിൽ എന്ന് പറഞ്ഞ് ബാങ്ക് ഒരൽപ്പം 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ നേരത്തെ വിളിക്കുന്ന പള്ളികളുണ്ട്. അത് വിസ്മരിക്കാൻ പാടില്ല. തുലൂ ഉൽ ഫജ്റാണ് ബാങ്ക്, നിദാനമേ അല്ല. തുലൂ ഉൽ ഫജ്ർ എത്തുക എന്നതാണ് നോമ്പ് തുടങ്ങാനുള്ള കാര്യം. തുലൂ ഉൽ ഷംസല്ല, സൂര്യൻ ഉദിക്കുക എന്നതല്ല, അത് തെറ്റാണ്. നേരെ മറിച്ച് തുലൂ ഉൽ ഫജ്ർ, ബാങ്കിൻ്റെ സമയം. നമ്മൾ ബാങ്ക് കണക്കാക്കുന്നത് പോലും ഈ തുലൂ ഉൽ ഫജ്ർ അടിസ്ഥാനത്തിലാണ്. ചക്രവാളത്തിൽ ഒരു വെള്ള കാളിമ ഉണ്ടാകും. ആ സമയമാണ് ഫജ്റിൻ്റെ സമയമെന്ന് ഹദീസിൽ കാണാം. ആ സമയത്താണ് നോമ്പ് തുടങ്ങേണ്ടത്. ചില പള്ളികളിൽ സൂക്ഷ്മതയുടെ പേരിൽ 10 മിനിറ്റ് നേരത്തെ ബാങ്ക് വിളിക്കും. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം പൂർത്തിയാക്കാം, പ്രശ്നമില്ല. നമുക്കിപ്പോൾ എന്തെല്ലാം സംവിധാനമുണ്ട് ഫജ്റിൻ്റെ സമയം അറിയാൻ. നമ്മുടെ ക്രോം ഉപയോഗിച്ചാൽ, ഫോൺ ഉപയോഗിച്ചാൽ നെറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കലണ്ടർ സംവിധാനങ്ങളിലൂടെ നമുക്ക് കൃത്യമായ സമയമുണ്ട്. അത് വെച്ച് നമ്മുടെ ഫോണിൽ സമയം നോക്കിയിട്ട് കൃത്യമായി ഫോണിൽ കൃത്യമാണെന്ന് ഉറപ്പിക്കണം. ഫോണിലെ സമയം അത് നെറ്റുമായി കണക്ട് ചെയ്ത് കറക്റ്റാണെന്ന് ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പ് ഫസാദായി പോകും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത്താഴത്തിൻ്റെ വിഷയത്തിൽ. മാത്രമല്ല, പ്രവാചകൻ്റെ അത്താഴത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഒരു ഹദീസിൽ കാണാൻ കഴിയും. പ്രവാചകൻ്റെ അത്താഴവും ബാങ്ക് വിളിയും തുലൂ ഉൽ ഫജ്റും തമ്മിലുള്ള ഗ്യാപ്പ് 50 ആയത്ത് ഓതുന്ന ഗ്യാപ്പാണ് എന്നാണ്. 50 ആയത്ത് ഓതാൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പാഠം കൂടിയുണ്ട്. എന്തെന്നറിയോ, അത്താഴം കഴിച്ച് ഒരല്പം ഖുർആൻ ഓതുന്നു, പ്രവാചകൻ ഓതിയിരുന്നു എന്ന ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഖുർആനുമായി പ്രവാചകൻ റമദാനിൽ പ്രത്യേകമായ ബന്ധം പുലർത്തിയിരുന്നു എന്നും ആ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുക എന്നത് അത് അനുവദനീയമാണ്. പക്ഷേ ബറക്കത്ത് നഷ്ടപ്പെടും എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 3-മത്തെ സുന്നത്തായ കാര്യം തഅജീലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. സമയമായതിനു ശേഷം മതി. സമയം ആകുന്നതിന് മുമ്പ് ആരും ചെയ്യണ്ട, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണ്ട. ഏതായാലും ഇനിയിപ്പോൾ 2 മിനിറ്റ് അല്ലേ എന്ന് പറഞ്ഞ് നേരത്തെ നോമ്പ് തുറക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്നാൽ വൈകിപ്പിക്കാനും പാടില്ല. ബാങ്ക് വിളിച്ചല്ലേ ഉള്ളൂ, ബാങ്ക് വിളിച്ച് തീരട്ടെ എന്ന് പറഞ്ഞ് ചില ആളുകളിരിക്കും. അത്രയും കൂടെ കൂടുതൽ പുണ്യം കിട്ടുമെന്നാണ് ആളുകളുടെ ധാരണ. എന്നാൽ ആ ധാരണ അബദ്ധമാണ്. വൈകും തോറും പ്രവാചകൻ പറഞ്ഞ ആ ഒരു ഹദീസിന് എതിരാവുകയാണ്. എന്താ പ്രവാചകൻ പറഞ്ഞത്? ലാ യസാലു നാസു ബിഖൈർ മാ അജ്ജലുൽ ഫിത്ർ, സമയമായതിനു ശേഷം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന ആളുകൾ ഉള്ള കാലത്തോളം അവർ ഖൈറിലാണ് എന്നാണ്. അവർ ഖൈറിലാണ്. അപ്പോൾ ആ ഖൈർ കിട്ടണമെങ്കിൽ എന്ത് വേണം?
സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കണം. പിന്നെ ആളുകളെ കാത്തിക്കാനോ ഒരു 2 മിനിറ്റ് കഴിയട്ടെ, അല്ലെങ്കിൽ ബാങ്ക് വിളിച്ച് കഴിയട്ടെ, ബാങ്ക് വിളിച്ചല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ധൃതി കാണിക്കുന്ന ആളുകളെ ചില ആളുകൾ കളിയാക്കുകയും ചെയ്യും. എന്താ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇപ്പോൾ ഒരു ധൃതി, വലിയ പിന്നെ നോമ്പ് കുറച്ച് നേരം കൂടി അവന് നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് കളിയാക്കുന്നവരുണ്ടാവും. അവരെ കളിയാക്കി അങ്ങ് പോട്ടെ എന്ന് വെക്കാം, അല്ലെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. കാരണം പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ത്, സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുക എന്നുള്ളത്. അതിന് ബാങ്ക് വിളിച്ച് തീർണമെന്ന് നിബന്ധനയില്ല. സമയമായി ഇനി ബാങ്ക് വിളിക്കണമെന്ന് തന്നെ നിബന്ധന പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ബാങ്ക് കേൾക്കുന്നില്ല, എന്താ ചെയ്യൽ? ഈ പ്രദേശത്ത് ബാങ്ക് കേട്ടില്ലെങ്കിൽ എന്താ ചെയ്യൽ? സമയമല്ല നമ്മളിപ്പോൾ പരിഗണിക്കുള്ളൂ. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, തുലൂ ഉൽ ഫജറും ഖുറൂബ് ഷംസും, സൂര്യൻ അസ്തമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് പിന്നെ ബാങ്കിൻ്റെ സമയത്തെ സെറ്റ് ചെയ്തത്. അപ്പോൾ ബാങ്ക് വിളി എന്നത് നിദാനമേ അല്ല. എന്നാൽ നമുക്കത് പരിഗണിക്കാം. എങ്ങനെ? ഒരു പിന്നെ സംവിധാനം എന്ന നിലയ്ക്ക് മാത്രം ബാങ്ക് വിളിയെ പരിഗണിക്കാം. ഏതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിനെ സമയം നോക്കാൻ ഉപയോഗിക്കുന്നത് പോലെ കൃത്യമായ സമയത്താണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ അത് നമുക്ക് പരിഗണിക്കാം. അതേസമയം ഒരാൾ 2 മിനിറ്റ് നേരത്തെ ബാങ്ക് വിളിച്ചാലോ നമുക്ക് നോമ്പ് തുറക്കാൻ പറ്റുമോ? നോമ്പ് തുറക്കാൻ പറ്റില്ല. നോമ്പ് തുറന്നാൽ ഫസാദായി, നോമ്പ് ബാത്തിലായി. പള്ളിയിലെ ക്ലോക്ക് തെറ്റാണ്. മോദ്യം വന്നിട്ട് 2 മിനിറ്റ് നേരത്തെ ബാങ്ക് വിളിച്ചു, അവിടെ നോമ്പ് തുറന്ന എല്ലാവരുടെയും നോമ്പ് ബാത്തിലായി. അപ്പോൾ അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഖുറൂബ് ഷംസ് സംഭവിച്ചിട്ടുണ്ടോ, നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എന്ന് ഹദീസുകളിൽ വായിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോമ്പ് തുറപ്പിക്കുക എന്നതിൻ്റെ പുണ്യത്തെക്കുറിച്ചാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു ദിവസം നോമ്പെടുക്കുമ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ നോമ്പ് നമുക്ക് കിട്ടും. എന്തെല്ലാം ശ്രേഷ്ഠതകൾ ഞാൻ പറഞ്ഞു, 10ഓളം പുണ്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലേ? ആ 10 പുണ്യവും നമുക്ക് വീണ്ടും കിട്ടും. എങ്ങനെ? ഒരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നോമ്പെടുത്തതിൻ്റെ തത്തുല്യമായ പ്രതിഫലം എനിക്ക് വീണ്ടും കിട്ടുന്ന ആ വ്യക്തിക്ക് ഒന്നും കുറയാതെ തന്നെ. എന്തുമാത്രം മതി? ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ മാത്രം മതി. എത്രയാണ് വേണ്ടി വരിക? ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ മാക്സിമം എത്ര വേണ്ടി വരും? ഒരു 100 രൂപ വേണ്ടി വരും മാക്സിമം. ലാവിഷാക്കിയാൽ ഒരു 2 ഈത്തപ്പഴവും ഒരു വെള്ളവും പിന്നെ ഒരല്പം ഭക്ഷണവും അത് കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ ഒരാൾക്ക് നോമ്പ് തുറക്കാൻ മതി. ആ 100 രൂപ നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനിരിക്കുന്ന വമ്പിച്ചതായ പ്രതിഫലമാണ് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ. അങ്ങനെ നമുക്ക് സാധിക്കുന്നതിനനുസരിച്ച് എത്ര ആളുകളെ നോമ്പ് തുറപ്പിക്കാൻ കഴിയുമോ അതിനനുസരിച്ച് നമുക്ക് എത്ര നന്മകൾ കിട്ടും എന്ന് നമ്മൾ ഇതനുസരിച്ച് കണക്ക് നോക്കിയാൽ മതി. അപ്പോൾ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുന്ന ഒരു അവസരമായിക്കൊണ്ട് ഈ റമദാനെ നമ്മൾ നോക്കിക്കാണണം എന്നാണ്. മാത്രമല്ല നോമ്പ് തുറപ്പിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, പണ്ട് സ്വഹാബിമാർ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ സാധാരണ വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റസിനൊത്ത ആളുകളെ വിളിച്ചു കൂട്ടി നമ്മുടെ വീട്ടിലൊക്കെ ഇരുത്തി നമ്മൾ എന്ത് ചെയ്യും? നോമ്പ് തുറപ്പിക്കും. പക്ഷെ നമുക്ക് അതിനേക്കാൾ പുണ്യം കിട്ടുന്നതെന്ന് അറിയോ? 2 പ്രതിഫലം കിട്ടും. പാവപ്പെട്ടവരെയും പട്ടിണി പാവങ്ങളെയും പരിഗണിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത് അദ്ദേഹം പാവപ്പെട്ടവരെ പ്രത്യേകം പരിഗണിക്കും. അവർക്ക് വേണ്ട നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ എത്തിക്കും. എന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കുന്ന. അവിടെ 2 പ്രതിഫലം എന്ന് പറയാൻ കാരണം എന്താ പറയുക? ഒന്നാമത്തത് ആ നോമ്പ് തുറപ്പിച്ചതിൻ്റെ പ്രതിഫലം നോമ്പെടുത്തതിൻ്റെ അതേ കൂലി എനിക്ക് കിട്ടും. രണ്ടാമത്തത് പാവപ്പെട്ടവരെ പരിഗണിച്ചു എന്ന പ്രത്യേകത. പാവപ്പെട്ടവരെ പരിഗണിച്ചു, അവർക്ക് നോമ്പ് തുറപ്പിച്ചു എന്നതിൻ്റെ 2ാമത്തെ ശ്രേഷ്ഠത കൂടി അവന് കിട്ടാനിരിക്കുന്നു. അപ്പോൾ നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ വ്യത്യസ്തമായ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് എന്നാണ്. മാത്രമല്ല ഇനി 8ാമതായിക്കൊണ്ട് ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് നോമ്പ് തുറക്കുമ്പോൾ ഒരു വിഷയം കൂടിയുണ്ട്. അതായത് നോമ്പിൻ്റെ നിയ്യത്തും നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയും. നോമ്പിൻ്റെ നിയ്യത്ത് എന്നത് നവൈത്തു സൗമ ഗദിൻ അൻ അദാഇ ഫർദ് റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല എന്ന് പറയുന്ന ആ വാചകങ്ങൾ സ്ഥിരപ്പെട്ടതേയല്ല. അത് ചില ഉസ്താദന്മാർ പിൽക്കാലത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. എന്നാൽ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സ്ഥാനം എവിടെയാണ്? പ്രവാചകൻ പഠിപ്പിച്ചു, ദീന് പഠിപ്പിച്ചു എന്ന പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരാണ് നിയ്യത്തിൻ്റെ സ്ഥാനം മഹല്ലുഹു അൽ ഖൽബ്, ഹൃദയാണെന്ന്. അപ്പോൾ നിയ്യത്ത് നാവ് കൊണ്ടല്ല പറയേണ്ടതെന്ന് ഹദീസിൽ വ്യക്തമാണ്. നിയ്യത്ത് മനസ്സിൽ കരുതലാണ് എന്നാണ്. എന്നാൽ നാവ് കൊണ്ട് പറയേണ്ട 2 സന്ദർഭങ്ങളുണ്ട്. ഏതൊക്കെയാ? 1 ഉംറയ്ക്ക് പോകുമ്പോൾ, 2 ഹജ്ജിന് പോകുമ്പോൾ. അവിടെ നമ്മൾ നാവ് കൊണ്ട് നമ്മുടെ ശരീരം കേൾക്കെ തന്നെ നിയ്യത്ത് പറയണം എന്നാണ്. അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. അല്ലാത്ത മുഴുവൻ ഇബാദത്തുകൾക്കും നമ്മുടെ ഹൃദയത്തിൽ നിയ്യത്തുണ്ടാകണം. കാരണം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്,
കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയ്യത്ത് എവിടെ ഉണ്ടാകണം? ഹൃദയത്തിലുണ്ടാകണം. ഉസ്താദ് പറയുമ്പോൾ ബാക്കിയുള്ളവർ കേട്ടിരുന്നിട്ട് പറയലല്ല, ചൊല്ലി പറയലല്ല നിയ്യത്ത്. അതുകൊണ്ട് നിയ്യത്തുണ്ടാകണം. ആ നിയ്യത്ത് എപ്പോഴുണ്ടാകണം? തുലൂ ഉൽ ഫജറിന് മുമ്പ്, അതായത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ രാത്രിയിലും പ്രത്യേകം നിയ്യത്ത് വെക്കണം എന്നാണ് ശരിയായ അഭിപ്രായം. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ പറയലെന്താ എന്നാണ്? അല്ലാഹുമ്മ ലക സുംതു അബ്തർത്തുന്നോ അല്ലേ? ആ സാധനം സ്ഥിരപ്പെട്ടതല്ല. എന്നാൽ നോമ്പ് തുറക്കുമ്പോൾ ഒരു പ്രാർത്ഥന, സ്ഥിരപ്പെട്ട പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാരും പറയലുമില്ല. അതാണ് വലിയ സങ്കടം. പ്രവാചകൻ പഠിപ്പിച്ചത് ആർക്കും വേണ്ട, മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചത് എല്ലാവർക്കും വേണ്ടതുള്ളൂ. എന്നാൽ ഞാൻ സഹോദരന്മാരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, പ്രവാചകൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണം. എഴുതി വെച്ച് നിങ്ങൾ പഠിക്കണം. അതെപ്പോൾ പ്രാർത്ഥിക്കണം? നോമ്പ് തുറക്കുന്ന ഇതിനു മുമ്പല്ല, നോമ്പ് തുറന്നതിന് ശേഷം. കാരണം ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ നോക്കുമ്പോൾ ശരിക്ക് നോമ്പ് തുറന്ന് നമ്മുടെ ശരീരം ഒന്ന് ഉണർവ് കിട്ടിയതിന് ശേഷമാണ് അത് പ്രാർത്ഥിക്കേണ്ടത്. അതായത് കാരക്കയും അതുപോലെ തന്നെ വെള്ളവും കുടിച്ച് ഒരു ദാഹം ശമിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രാർത്ഥന എന്താ? ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? ദഹബൽ ലമഉ, ദാഹം ശമിച്ചു. വബതല്ലത്തിൽ ഉറൂഖു, നാഡി നരമ്പുകൾ അത് ഉണർന്നു അല്ലേ? വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഉണർവ് കിട്ടും. അതാണ് ആ പ്രാർത്ഥനയിലുള്ളത്. വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പട്ടിണി കിടന്ന, ഈ നോമ്പെടുത്തതിന് പ്രതിഫലം അല്ല രേഖപ്പെടുത്തുന്ന. അപ്പോൾ ഈ പ്രാർത്ഥന എന്ത് ചെയ്യണം? സുന്നത്തായി പ്രവാചകൻ പഠിപ്പിച്ചതിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കണം. അത് പ്രാർത്ഥിക്കണം. നോമ്പ് തുറക്കുമ്പോഴെല്ലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി പരിശ്രമിക്കണമെന്ന് കൂടി സൂചിപ്പിക്കണം. ഇനി അവസാനത്തെ 10മായി ബന്ധപ്പെട്ട കുറേ മസ്അലകൾ പറയാനുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യം അതിന് ഒത്തതല്ല. കാരണം ഇനിയും 10-20 ദിവസങ്ങളുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പള്ളികളിലോ അല്ലെങ്കിൽ വീടുകളിലോ അങ്ങനെ ഒരു സദസ്സ്, ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടത്, അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു ചില ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടത്, അതുപോലെ പെരുന്നാൾ അമ്പിളി കാണുന്നതുമായി ബന്ധപ്പെട്ടത്, പെരുന്നാൾ സുദിനത്തിലെ സുന്നത്തുകൾ, ഇങ്ങനെ തുടങ്ങി പഠിക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. പഠിച്ച് അമൽ ചെയ്യുമ്പോഴേ അതിന് കൃത്യമായ പ്രതിഫലം ഉണ്ടാവുള്ളൂ. ഒരു സഹാബി നിസ്കരിക്കാൻ വേണ്ടി വരികയാണ് പള്ളിയിൽ, പ്രവാചകന്റെ പള്ളിയിൽ. നിസ്കരിച്ച് തിരിച്ചു പോയപ്പോൾ ആ സഹാബിയെ വിളിച്ചിട്ട് പ്രവാചകൻ പറയാണ്, ഇർജി ഫസല്ലി ഇന്നക ലം തുസല്ലി. തിരിച്ചു മടങ്ങ്, നീ നിസ്കരിച്ചിട്ടില്ല, വേഗം പോയി നിസ്കരിച്ചിട്ട് വന്നു പറഞ്ഞു. 3 പ്രാവശ്യം ആ മനുഷ്യൻ നിസ്കരിച്ചു എന്നാണ്. ആ മനുഷ്യൻ അറിഞ്ഞ രൂപത്തിൽ അദ്ദേഹം നിസ്കരിച്ചു. പക്ഷെ പ്രവാചകന്റെ കണ്ണിൽ അത് നിസ്കാരമായിട്ടില്ല. 3 പ്രാവശ്യം മടങ്ങി നിസ്കരിച്ചിട്ടും നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സഹാബി തിരിച്ചു ചോദിച്ചു, റസൂലെ എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ, എനിക്കൊന്ന് നിസ്കാരം പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് സുദീർഘമായ ഒരു ഹദീസിൽ പ്രവാചകൻ നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അറിയാതെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നാം പ്രതിഫലം ഉദ്ദേശിച്ചാലും ആ പ്രതിഫലം കിട്ടില്ല എന്ന് മാത്രമല്ല, അതിലൊരുപക്ഷെ ശിക്ഷ വരെ വന്നെത്താൻ കാരണമാകും. കാരണം ആ നിസ്കാരം നിസ്കരിക്കാതെ അയാൾ തിരിച്ചു പോയാലോ? അയാൾ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിച്ചിട്ടില്ലാത്തതിൻ്റെ ശിക്ഷ അയാൾക്ക് വന്നു ഭവിക്കും. എന്നതുപോലെ നാം അനുഷ്ഠിക്കുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തുകളുടെ കൃത്യമായ മതവിധികൾ പഠിച്ചുകൊണ്ട് ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ അതിന് പ്രതിഫലം ഏറും. ഇല്ലെങ്കിലോ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, കുറ്റം കിട്ടാൻ കാരണമാവുകയും ചെയ്യും എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും കൂടുതൽ നന്മകളിൽ മുന്നേറുവാനും ഈ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ശുദ്ധമായ ഹൃദയത്തോടുകൂടി പ്രവേശിച്ച് സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജകളിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന നന്മകൾ നേടിയെടുക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അല്ലാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇരുത്തവും ഇവിടെ കൂടിയ ആളുകൾക്കും അല്ലാഹു പ്രത്യേകമായി അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്നവർക്ക് അല്ലാഹു പ്രത്യേകമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.